നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, ഇന്നലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു മാധ്യമപ്രവർത്തകൻ മുഖ്യമന്ത്രിയോട് വളരെ കൃത്യമായിട്ട് കർക്കശമായിട്ട് ചോദിച്ചതിന് മറുപടി പറയണം എന്ന് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കുറേ നാളുകളായി വൺമോൻ ഷോ ആയിരുന്നു എന്ന് നമുക്കറിയാം. പിണറായി വിജയൻ നരേന്ദ്രമോദിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണില്ല. അത് അദ്ദേഹം മാധ്യമങ്ങളുടെ ലാളനയേറ്റ് വളർന്നൊരു രാഷ്ട്രീയ നേതാവല്ല. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളെ കാണുകയും പറയാനുള്ളത് എന്താണോ അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞിട്ട് അയാളുടെ വഴിക്ക് പോവുകയും ചെയ്താണ് കാണുന്നത്. ഇന്നലെയും സംഭവിച്ചത് വ്യത്യസ്തമല്ല. അതായത് കൈരളിയുടെയും ദേശാഭിമാനിയുടെയും റിപ്പോർട്ടർക്ക് മറുപടി പറയാൻ വേണ്ടി വാർത്താ സമ്മേളനം വിളിക്കേണ്ട കാര്യമുള്ളൂ, റിലീസ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അവർക്ക് രണ്ടിനും വേണ്ടി മറുപടി പറഞ്ഞ് എഴുന്നേറ്റ് പോയതാണ്. എനിക്കൊന്ന് റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. പക്ഷേ അയാൾക്കെതിരെ വലിയ ആക്രമണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2006 VS മുഖ്യമന്ത്രിയായ കാലത്ത് യാദൃശ്ചികമായിട്ട് ഒരു ക്യാബിനറ്റ് ബ്രീഫിംഗ് റിപ്പോർട്ട് ചെയ്യാൻ അന്ന് എനിക്ക് അവസരം കിട്ടി. അന്ന് ഞാൻ വളരെ ജൂനിയറാണ്. 20 കൊല്ലം മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. ഞാൻ വളരെ ജൂനിയറാണ്. സ്വാഭാവികമായിട്ടും ക്യാബിനറ്റ് ബ്രീഫിങ് സീനിയേഴ്സിന് കവർ ചെയ്യാൻ ജൂനിയേഴ്സിന് അങ്ങനെ അനുമതി കിട്ടാറില്ല. അവിടെ ചെന്നിരുന്ന എന്നോട് PRDയിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ചോദിച്ചു, നിങ്ങളാരാ, എവിടുന്ന് വരുന്നു? അപ്പോൾ ഞാൻ പേര് പറഞ്ഞു, എൻ്റെ സ്ഥാപനം ഏതാണെന്ന് പറഞ്ഞു, ഒക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞൊരു പോലീസുകാരൻ വന്ന് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ഐഡൻറ്റി കാർഡ് ഉണ്ടോ? ഞാൻ പറഞ്ഞ ഐഡൻറ്റി കാർഡ് ആയിട്ടില്ല. അപ്പോൾ എൻ്റെ കൂടെ വന്ന മറ്റൊരു മാധ്യമപ്രവർത്തകനെ എന്നെ അറിയാമായിരുന്നത് കൊണ്ട് അന്ന് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റി. ഇല്ലെങ്കിൽ എന്നെ അവർ ഇറക്കി വിടും, അല്ലെങ്കിൽ ഒരു പക്ഷേ എന്നെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ഇരിക്കട്ടെ, ഞാൻ അത് പ്രോട്ടോക്കോളിനെ കുറിച്ച് പറഞ്ഞ അന്ന് ഈ നമ്മുടെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനോട് ലാവ്ലിനുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ പത്രക്കാർ ചോദിക്കുകയാണ്. അന്നത്തെ വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകർ, നമ്മുടെ കേരളൗമുദിയിലെ സുബൈറേട്ടനുണ്ട്, ജന്മഭൂമിയിലെ S അനിലേട്ടനുണ്ട്, മാതൃഭൂമിയിൽ നിന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ശേഖരൻ നായർ സാറാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇവരൊക്കെ അന്ന്, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു പത്രസമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ ഈ താരതമ്യേന ജൂനിയേഴ്സിന് അവസരം കിട്ടില്ല. നമുക്കന്ന് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. ഈ പത്രസമ്മേളനത്തിൽ ഇവർ ചോദ്യം ചോദിക്കുന്നു, VS മറുപടി പറയുന്നു. VS മറുപടി പറഞ്ഞ് ഒരു പകുതി ആവുമ്പോൾ തന്നെ അടുത്തത് ദേശാഭിമാനി എന്നൊരാൾ ചാടി വീണങ്ങ് ചോദിക്കുകയാണ്. ഈ VSനെ വളരെ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് വഴിമാറ്റി കൊണ്ടുപോകണം. ദേശാഭിമാനിക്കാരൻ ചോദിച്ചില്ലെങ്കിൽ അടുത്ത തവണ ചോദിക്കുന്ന കൈരളിയാണ്. ഈ തരത്തിൽ VSൻ്റെ ആ ഏകാഗ്രത നശിപ്പിച്ച് കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു വിഷയത്തെ എടുത്ത് അതിനകത്തിട്ട് ശ്രദ്ധ തിരിച്ച് ആ ലാവ്ലിൻ എന്ന് പറയുന്ന ഒരു വാക്കുപോലും പത്രസമ്മേളനത്തിൽ പറയാൻ സമ്മതിക്കാത്ത സാഹചര്യം ഞാൻ നേരിട്ട് കണ്ടു. അതെന്നുമുണ്ട്. 20 വർഷം കോൺഗ്രസിന്റെ കാലത്തും ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് വന്ന് ഇരിക്കുന്ന മാധ്യമപ്രവർത്തകർ, ചില കോൺഗ്രസ്സുകാരായ മാധ്യമപ്രവർത്തകർ നേരെ കയറിയിരുന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ വഴിതിരിച്ചു വിടുന്ന നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതുപോലെ ഗുരുതരമല്ല. കോൺഗ്രസ്സുകാരും BJPക്കാരും ഒക്കെ ഇത് ചെയ്തേക്കാം. അവർക്കൊക്കെ ഇവരെല്ലാം ഇപ്പോൾ BJPക്കാരായ പത്രപ്രവർത്തകരുണ്ട്, കോൺഗ്രസ്സുകാരായ പത്രപ്രവർത്തകരുണ്ട്. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യം ആർക്ക് വേണ്ടിയും ചെയ്തിട്ടില്ല. എനിക്ക് സധൈര്യം പറയാൻ പറ്റും. ഞാൻ റീല കവർ ചെയ്ത പത്രസമ്മേളനത്തിൽ ഞാനും വന്നിട്ടുണ്ട്. എനിക്കറിയാം, ജെനുവിനായ ചോദ്യങ്ങൾ നമ്മളെല്ലാവരും ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ നമ്മുടെ രാഷ്ട്രീയം അതിനകത്ത് കലർത്തിയിട്ടില്ല. അന്തസ്സോടെ അത് പറയാനുള്ള ധൈര്യം നമുക്കിപ്പോഴും ഉണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാർ തമ്മിൽ ഭേദമാണ്. എൻ്റെ അനുഭവം, KPCC ഓഫീസിൽ പോയി രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ വീക്ഷണം പത്രത്തിലെയോ ജയ്ഹിന്ദിലെയോ ഇടയ്ക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ രമേശ് ചെന്നിത്തല തന്നെ തടഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം, ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞ് തടഞ്ഞിട്ടുണ്ട്. VD സതീശൻ വളരെ രൂക്ഷമായി പത്രക്കാരോട് പ്രതികരിക്കുമെങ്കിലും ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഇന്റർഫിയർ ഇടപെടൽ നടത്താൻ അദ്ദേഹം സമ്മതിക്കില്ല. അക്കാര്യത്തിലൊക്കെ അവർക്ക് ഫുൾ മാർക്ക് കൊടുക്കണം. BJPക്കാര് എൻ്റെ അനുഭവത്തിൽ, അത് മുരളിയേട്ടനാകട്ടെ, ശ്രീധരൻപിള്ള സാറാകട്ടെ, അല്ലെങ്കിൽ മറ്റ് സുരേന്ദ്രനോ ഒക്കെ ആകട്ടെ, അവർ തീർച്ചയായിട്ടും ഒരിക്കലും ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല. അത് ജന്മഭൂമിയുടെയോ ജനത്തിൻ്റെയോ റിപ്പോർട്ടറെ കൊണ്ട് ഇത്തരം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. ഇത് പച്ച പരമാർത്ഥം. പക്ഷേ ഈ കാര്യം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത് CPM ആണ്. CPM അത് പിണറായി വിജയൻ്റെ പത്രസമ്മേളനമാകട്ടെ, VSൻ്റെതാകട്ടെ, കോടിയേരി ബാലകൃഷ്ണനാകട്ടെ,
അവരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ചോദ്യം വന്നാൽ ആ നിമിഷം, പ്രത്യേകിച്ചും കൊല്ലം പ്രസ് ക്ലബിൻ്റെ അനുഭവം ഞാൻ കൊല്ലത്ത് നിരവധി തവണ ജോലി ചെയ്ത ആളാണ്. 2010-ലും 2019-ലും ഒക്കെ ജോലി ചെയ്ത ആളാണ്. കൊല്ലം പ്രസ് ക്ലബിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാളാണ്. കൊല്ലത്ത് കൈരളിയുടെ ആളും ദേശാഭിമാനിയിലെ ചിലരും, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചിലരും വളരെ കൃത്യമായിട്ട് ഇത്തരത്തിൽ അവരെ, അതായത് CPM-ൻ്റെ നേതാക്കളെ, മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളുണ്ടെങ്കിൽ അവരോടൻ തന്നെ ഇടപെടും. എനിക്ക് വ്യക്തിപരമായിട്ട് കൊല്ലത്ത് അത് തടയേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ ഇടയ്ക്കൊരു ചോദ്യവുമായിട്ട് കയറി വന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല, വളരെ തന്മയത്വത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. ഞാൻ തന്നെ പറഞ്ഞു, ദയവ് ചെയ്ത് മിണ്ടാതിരിക്കുക. ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് പിന്നെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇതുപോലൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ടൊരു അജണ്ടയാണ്. CPM-കാർ ദേശാഭിമാനിക്കാരെയും അതുപോലെ കൈരളി TV-ക്കാരെയും, അതിലെ എല്ലാവരും ഒന്നുമല്ല, നല്ല ജേർണലിസ്റ്റുകളുണ്ട്, മാന്യമായി പത്രപ്രവർത്തനം നടത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഇതുപോലെ CPM-ൻ്റെ അല്ലെങ്കിൽ നേതാക്കളുടെ പിടിച്ചുവെപ്പുകാരോ ആടുതല്ലികളോ ഒക്കെയാണ്. അവരാണ് ഈ കുളം കലക്കുന്നത്. പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞ മാധ്യമ സിൻഡിക്കേറ്റ് അവരാണ് ഈ കുളം കലക്കുന്നത്. കൊല്ലത്തും ഇന്നലെ സംഭവിച്ചത് അത് തന്നെയാണ്, വളരെ കൃത്യമായിട്ട്. അതായത് CPM LDF വലിയ പ്രതിരോധത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിനിപ്പോൾ പറയുന്ന ഒരു വാദം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ കൊടുത്തത് മറ്റേ പിണറായി വിജയനാണെന്ന്. പക്ഷെ പിണറായി വിജയൻ ഇന്റർവ്യൂ കൊടുത്തത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം കൊടുത്തത് എന്റർടൈൻമെന്റ് ചാനലുകൾക്കാണ്. അതായത് കൃത്യമായി ഏതെങ്കിലും ഒരു മാധ്യമത്തിന്, അതായത് വാർത്ത മുഖ്യമായി പറയുന്ന അല്ലെ വാർത്തയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നില്ല. എൻ്റർടൈൻമെൻറ്റ് ചാനലുകാരാണെങ്കിൽ വളരെ രസകരമായ ചോദ്യമൊക്കെ ചോദിച്ച്, വീട്ടിൽ എന്തായിരുന്നു ഇന്നലെ കഞ്ഞി കുടിച്ചോ, ഇന്ന് ചോറുണ്ടോ, ഇന്ന് എന്തായിരുന്നു കഴിച്ചത് എന്നൊക്കെ ചോദിച്ചങ്ങ് പോകും. ഇപ്പോൾ ഇൻ്റർവ്യൂ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യമായി ചോദിക്കാൻ അറിയുന്ന വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരാൾക്കും ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല PR-ന്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇൻ്റർവ്യൂ. ഒരു സംശയമില്ല, അതുകൊണ്ടാണല്ലോ 20 വർഷം സിനിമ ആവർത്തിച്ചു. അതെ അതായത് എനിക്ക് തോന്നുന്നു ഈ പറയപ്പെടുന്ന ഇവരെല്ലാം ഇപ്പോൾ ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ഇൻ്റർവ്യൂവിനോട് സാമ്യമുള്ള രീതിയിൽ അതിലെ രീതിയിലുള്ള അവതരണമാണോ നടത്തുന്നതെന്ന് എനിക്കറിയില്ല. പിണറായി വിജയൻ ആയ ശേഷം, അതായത് മുഖ്യമന്ത്രി ആയ ശേഷം കാണിക്കുന്നതെല്ലാം വലിയ ധാർഷ്ട്യത്തിലാണ്. ഇപ്പോൾ നമുക്കറിയാം, പ്രധാനമന്ത്രി വന്ന് ഉത്തരം പറയുന്നില്ല എന്നുള്ളതാണല്ലോ. അല്ലെ പത്രസമ്മേളനം, അദ്ദേഹം പത്രസമ്മേളനം വിളിക്കുന്നില്ല, മാധ്യമങ്ങളെ വിളിച്ച് വരുത്തി അപമാനിക്കുന്നില്ല. അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുന്നില്ല. അദ്ദേഹത്തിന്റെ വകുപ്പിലെ മന്ത്രിമാരെല്ലാം വാർത്താസമ്മേളനം നടക്കുന്നുണ്ട്, കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, അദ്ദേഹം രാജ്യത്തോട് വിശദീകരിക്കുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങളില്ല. അദ്ദേഹം വ്യക്തത വരുത്തിക്കൊണ്ട് തന്നെ രാജ്യത്തോട് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാ മേജർ ഇവന്റ്സും അദ്ദേഹം രാജ്യത്തോട് സംവദിക്കുന്നു. അത് മതി ഒരു ജനപ്രതിനിധി രാജ്യത്ത്. അല്ല, അത് മാത്രമല്ല ശ്രീലേ, ഒരു രാജ്യത്തിന്റെ ഭരണത്തലവനാണ്. ഞാൻ പറയുന്നത്, ഒരു രാജ്യത്തിന്റെ ഭരണത്തലവൻ അങ്ങനെ മാധ്യമങ്ങളോട് നിരന്തരം സംവദിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല അദ്ദേഹം ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ. അദ്ദേഹം ഈ സാധാരണഗതിയിൽ നേരത്തെയൊക്കെ എന്ന് വെച്ചാൽ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും കൊണ്ടുപോയി PR വർക്ക് നടത്തി ഫ്ലൈറ്റിൽ. എന്നാൽ ഇവർ പറയുന്ന നരേന്ദ്രമോദി PR വർക്ക്, സത്യത്തിൽ നരേന്ദ്രമോദി അല്ല, മാധ്യമങ്ങൾ നേരെ അകന്ന് നിൽക്കുന്ന ആളാണ്. അത് BJP-ക്കും അദ്ദേഹത്തിന്റെ സർക്കാരിനും ഒക്കെ അതിന് സംവിധാനങ്ങളുണ്ട്, അവരത് ചെയ്തോട്ടെ. അതാരും ചെയ്യണ്ടെന്ന് പറഞ്ഞില്ല. അത് പിണറായി വിജയനും ചെയ്തോട്ടെ, ഉമ്മൻചാണ്ടിയും രമേശനും. ഈ മാധ്യമ പ്രവർത്തകരുടെ യാത്ര നിർത്തി അവരുടെ വലിയ കാര്യം തന്നെ. കാരണം ഇങ്ങനെ പോയി തിന്നു കുടിച്ച് ഒരു കാര്യമില്ലാതെ കള്ളും കുടിച്ച് അർമാദിച്ചു, അത് നിർത്തലാക്കിയെന്നുള്ളതാണ് വലിയ. ഡൽഹിയിലെ ഒരു കോക്കസ്, അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ പറയുന്നത്, പ്രധാനമന്ത്രി സംവദിക്കണ്ട, മന്ത്രിമാർ സംവദിക്കുന്നുണ്ടല്ലോ, പാർട്ടി സംവദിക്കുന്നുണ്ടല്ലോ, പാർലമെന്ററി കാര്യം മന്ത്രി എല്ലാ നടപടിക്രമങ്ങളെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. പത്രക്കാർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് നരേന്ദ്രമോദിയോട് തന്നെ ചോദിക്കണമെന്ന് ഇത്ര നിർബന്ധം നരേന്ദ്രമോദി രാജ്യത്തോട് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആ സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് അഭിപ്രായമുണ്ട്, വർഷത്തിലൊരിക്കലെങ്കിലും അദ്ദേഹം പത്രക്കാരുമായിട്ട് ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ വയ്ക്കണം. അതെനിക്ക് തോന്നുന്നു ഈ ഗുജറാത്തുമായി ബന്ധപ്പെട്ടേ ആവശ്യമില്ലാത്ത വ്യാജ ആരോപണങ്ങളൊക്കെ അദ്ദേഹം വല്ലാതെ
ഉപദ്രവിച്ച് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ ജനങ്ങളാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്, അല്ലാതെ കേരളത്തിലെ മാധ്യമങ്ങൾ PR നടത്തിയിട്ടോ മാധ്യമങ്ങളിലൂടെ നല്ല വാർത്തകൾ വന്നിട്ടോ അല്ല. അപ്പൊ എനിക്ക് മാധ്യമങ്ങളെ വേണ്ട എന്നൊരു നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അദ്ദേഹത്തിനെ ഉപദ്രവിച്ചപ്പോൾ അകാരണമായി ഉപദ്രവിച്ചപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ അകറ്റി നിർത്തി. അത്രേ ഉള്ളൂ. അത് പിന്നെ നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് അതിന്റെ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഇനി നരേന്ദ്രമോദിയാണ് ഇതുപോലെ വന്നിട്ട് ബഹളം വെച്ച് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് തെറ്റാണ്. മോഡിയല്ല ആര് ചെയ്താലും തെറ്റാണ്, അതിൽ ഒരു സംശയമില്ല. ഇവിടെ ഇത് 3 ചോദ്യത്തിന് ഉത്തരം വന്നു. ദേശാഭിമാനിയുടെയും ആദ്യ ദേശാഭിമാനി ചോദ്യം ചോദിച്ചു, രണ്ടാമത് കൈരളി ചോദ്യം ചോദിച്ചു, വീണ്ടും ദേശാഭിമാനി ചോദ്യം ചോദിച്ചു, കഴിഞ്ഞു സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുക. ഇത് കൊറോണ കാലത്ത് നമ്മൾ ഗിമ്മിക്ക് കുറെ കണ്ടതാണ്. അന്ന് ഇതുപോലെ സമയം തീർന്നു, പിന്നെ സംസാരിക്കില്ല, എന്നാ പിന്നെ നമുക്ക് ഇന്നത്തേക്ക് മതിയാക്കാം. ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് LDFനും CPMനും വിശിഷ്യ പിണറായി വിജയനും നല്ല തിരിച്ചറിവുണ്ട്. ജനം എതിരാണ്, ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. ഈ പത്രങ്ങൾ അതിൽ കൂടെ മാധ്യമങ്ങൾ ചോദ്യങ്ങളുമായിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു നാക്കുപിഴ സംഭവിച്ചു പോയാൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ വലിയ തിരിച്ചടിയാവും എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് ശ്രീ പിണറായി വിജയൻ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നത്. പക്ഷേ ഈ ചോദിച്ച റിപ്പോർട്ടർക്കെതിരെ വ്യാപകമായ വിമർശനം. അല്ല, അത് വ്യാപകമായ വിമർശനം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് നുണയെയും സത്യമാക്കാൻ കഴിവുള്ളവരാണ് മാർക്സിസ്റ്റുകാർ. അവരുടെ ആ ഗീബൽസിയൻ തന്ത്രം, സൈബർ ബുള്ളിങ്, അത് നിങ്ങൾ സമാനതകളില്ലാത്ത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരു അപകട സാധ്യത പോലും ആ റിപ്പോർട്ടർ കൊണ്ടുവന്ന സംശയം എനിക്കുണ്ട്. കാരണം അത് സ്വാഭാവികമായി അത് പോലീസാണ്, കേരളത്തിലെ പോലീസാണ് സംരക്ഷണം കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു റിപ്പോർട്ടർ ഇപ്പോൾ KSUക്കാരനാണെന്നും മുൻപ് രാഷ്ട്രീയമില്ലാത്ത ഏത് മാധ്യമപ്രവർത്തകരുള്ളത്? നേരത്തെയൊക്കെ എല്ലാവർക്കും രാഷ്ട്രീയം, എല്ലാവർക്കും മാധ്യമപ്രവർത്തകർക്ക് രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഇന്ന് പറഞ്ഞാലും നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ വാർത്തയോട് നീതി പുലർത്തണം എന്നുള്ള സത്യസന്ധത. അതുകൊണ്ട് KSUക്കാരനാണ് ഇപ്പോൾ ആക്ഷേപിക്കുന്ന ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ മാധ്യമപ്രവർത്തകരും ഏതെങ്കിലും കാലത്ത് പഠിക്കുന്ന KSUക്കാരൻ എന്താ ഈ നാട്ടിൽ ജീവിക്കാം? അതെ. AVP-കാർക്ക് SFI-കാർക്കും ഈ നാട്ടിൽ ജീവിക്കാൻ അവകാശമുണ്ട്. ഇവിടെ നിരോധിത സംഘടനയാണ് ക്യാമ്പസ് ഫ്രണ്ട്. അവരുടെ ആൾക്കാർ, ഞാൻ പറയുന്നത് പണ്ട് പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ. എല്ലാരെയും ഒന്നും അറസ്റ്റ് ചെയ്ത് നേതാക്കളെല്ലാം ഇട്ടിട്ടുള്ളൂ. സിമി നേതാക്കന്മാരല്ലേ പലരും ഇപ്പോ മാറി വേഷം മാറി മന്ത്രിയായി വന്നിട്ടുള്ളത്. പിന്നെന്താണ്? അപ്പോൾ അതിലൊന്നും ഈ പറയുന്ന പോലത്തെ വിഷയങ്ങളൊന്നും അല്ല. ഇത് വളരെ കൃത്യമായിട്ട് ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും. പക്ഷേ ഇന്നോവ തിരിയാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ട്. അത് ഇനി നടക്കില്ല. അതായത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യില്ലായിരിക്കും. പക്ഷേ അത് മാത്രമല്ല, ഈ പഴയതുപോലെ അല്ല ശ്രീലേ, കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് മാറ്റം. അത് മാത്രമല്ല, കേന്ദ്രം ഭരിക്കുന്നത് BJP നാട്ടിലുള്ള ആമ്പിള്ളേരാണ്. അത് പണ്ട് C. ദിവാകരൻ പറഞ്ഞു. കേന്ദ്രം ഭരിക്കുന്നത് നല്ല ചുണക്കുട്ടികളാണ്. CRPF ഇറങ്ങും. ഉമ്മൻചാണ്ടിയോട് പണ്ട് പറഞ്ഞതാണ്, നിങ്ങളെ ഈ പരിപാടിയൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് C. ദിവാകരൻ്റെ ഒരു വളരെ പ്രശസ്തമായൊരു സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് പണ്ട് TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നതുപോലെ ഒന്നും ഇനി എളുപ്പമല്ല. ഇനി അത്ര കാര്യങ്ങൾ എളുപ്പത്തിൽ അങ്ങനെ ഒന്നും നടക്കില്ല. സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ്, അക്കൗണ്ടബിൾ ആണ്. നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. ജനം അത് കാണുന്നുണ്ട്. അനുകൂലികളും പ്രതികൂലികളും കാണുന്നുണ്ട്. ഒരു കാര്യം സത്യമാണ്, സത്യത്തെ നിഷേധിക്കാൻ പറ്റില്ല. നിങ്ങൾക്കത് കുറേ കാലം മൂടി വയ്ക്കാം. ഈ ഉപനിഷത്തിലൊക്കെ പറയുന്നല്ലോ, സ്വർണ്ണപാത്രം കൊണ്ട് സത്യത്തിൻ്റെ. പക്ഷേ ഈ ചോദിച്ച റിപ്പോർട്ടറിന് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത അതൊക്കെ സംഭവിക്കാം. പക്ഷെ എന്നാലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. അതെല്ലാം വലിയ തിരിച്ചടിയായി മാറും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ ടീം മോശമാണോ? പിന്നെ CPMൻ്റെ ഈ സൈബർ ബുള്ളിങ്ങിനെ നേരിടാൻ കോൺഗ്രസിനും BJPക്കും ഒക്കെ കരുത്തുള്ള സംവിധാനങ്ങളുണ്ട്. അവരാരും മോശക്കാരല്ല. അവരൊക്കെ വളരെ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ പ്രതിരോധിക്കും, നിലപാടെടുക്കും, പ്രൊപ്പഗാൻഡ ആരംഭിക്കും. അത് കൂനിന്മേൽ കുരുവാകും. വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറും. അത് CPMകാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വലിയ കളിക്കൊന്നും അവർ പോവില്ല. ഈ പറഞ്ഞതുപോലെ ഭീഷണിയൊക്കെ ഉണ്ട്. ഒരു പക്ഷേ ഈ പക മറക്കാത്ത ആൾക്കാർ. അതുകൊണ്ട് കാലം കുറേ കഴിഞ്ഞിട്ട് തട്ട് കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എങ്കിലും ഇപ്പോൾ പെട്ടെന്നൊരു റിയാക്ഷൻ ഈ കാര്യത്തിൽ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. 2012 മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ വന്ന കാലമല്ല ഇത്. അല്ലെങ്കിൽ അതിനു മുമ്പ് 87-ലും 90-കളിലും കണ്ണൂരിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ആ കാലമല്ല ഇത്. CPMന് അത് നന്നായിട്ട് അറിയാം.
രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറിക്കൊണ്ടേയിരിക്കുന്നു, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത്തരം കലാപരിപാടികൾക്കൊന്നും CPM പെട്ടെന്ന് തയ്യാറാകില്ല. എങ്കിലും ഇതൊരു അനഭിലഷണീയമായ പ്രവണതയാണ്. ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മറുപടി പറഞ്ഞാൽ മതി. മറുപടി പറഞ്ഞിട്ടേ ഇവിടുന്ന് പോകാവൂ എന്ന ഒരു നിബന്ധനയും ഒരു മാധ്യമപ്രവർത്തകനും വയ്ക്കാൻ കഴിയും. ചോദിക്കാം. രാജ്ദീപ് സർദേശായി നരേന്ദ്രമോദിയോട് ചോദ്യം ചോദിക്കുന്നു, നരേന്ദ്രമോദി മിണ്ടാതിരിക്കുന്നു, മറുപടി പറയുന്നില്ല. ഇപ്പോ മാധ്യമപ്രവർത്തകരെല്ലാം, ചില മാധ്യമപ്രവർത്തകർ പിണറായി വിജയന് വേണ്ടി പറയുന്നു, ഇത് പറഞ്ഞിട്ടേ പോകാവൂ എന്ന്, അങ്ങനെ ഒരു കാര്യമില്ല എന്ന് പറയുന്നു. ഇപ്പോൾ പ്രശാന്ത് അടക്കം പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ഗോപിയെ വഴി തടഞ്ഞ് സുരേഷ് ഗോപിയുടെ മൈക്ക് വെച്ച് ഇത് പറഞ്ഞിട്ടേ പോകാവൂ എന്ന് ശരിച്ചപ്പോൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ സംഘടനയും സുരേഷ് ഗോപിയെ പച്ചത്തെറി പറഞ്ഞ ഒരു മീഡിയ വണ്ണിന്റെ ഒരു മാധ്യമപ്രവർത്തകൻ ഇപ്പോഴും നെഞ്ചും പിരിച്ചു നടക്കുകയാണ്. ഒരു RSSകാരും BJPക്കാരും ഹിന്ദു ഐക്യവേദിക്കാരും ഒന്നും അയാളുടെ നെഞ്ചത്ത് കയറാൻ പോയില്ല. അയാൾക്കെതിരെ നിയമപരമായി നടപടികൾക്ക് ശ്രമിച്ചു. പിന്നെ അത് അവര് മാപ്പൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തു. സുരേഷ് ഗോപി അത് വിട്ടതുകൊണ്ട് അത് പോയി. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം പറയണ കേസ് എടുക്കണ്ട, എനിക്ക് പരാതിയില്ല. അല്ല, അത് ചെയ്യാം, പക്ഷേ അദ്ദേഹത്തിന് അത് ഈ കേരളത്തിൽ ആ വേട്ടയാടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരാണ്. ഒന്ന് CPM ആണ്, രണ്ട് ജമാഅത്ത് ഇസ്ലാമി മൂടുപടം, അതായത് ഇടതുപക്ഷത്തിന്റെ മൂടുപടം ഇട്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്. ഈ വേട്ടയാടൽ, മാധ്യമ വേട്ട. ജമാഅത്ത് ഇസ്ലാമി എത്ര കുഴപ്പക്കാരല്ലെന്നാണ് ഇവരുടെയൊക്കെ പ്രസ്താവന. അല്ല, അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും എവിടെയാണ് ആരാണ് കുഴപ്പം, എവിടെയാണ് കുഴപ്പക്കാരുള്ളതെന്നൊക്കെ മനസ്സിലാവും. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഈ കൊല്ലത്തെ സംഭവത്തിൽ തന്നെ അവിടുത്തെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത്, 10-30 വർഷമായി ഞാൻ ഈ ജോലി തുടങ്ങിയിട്ട് ഇന്ന് വരെ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയെ പോലൊരാള്, അത് ഈ സഖാവ് പിണറായി വിജയന് പരിചിതമല്ലാത്തതല്ല കൊല്ലം പ്രസ് ക്ലബും കൊല്ലത്തെ മാധ്യമ പ്രവർത്തകരും ഒക്കെ. വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകർ കൊല്ലത്ത് CPM അനുകൂലികളും CPM പ്രതികൂലികളുമായവരുണ്ട്. അവരുടെയൊക്കെ രാഷ്ട്രീയം, ഏറ്റുമുട്ടൽ, വാക്കുകൾ കൊണ്ടുള്ള കസർത്തൊക്കെ ഞാൻ അടുത്തു നിന്ന് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതവിടെ തീരും. ആ മുറിക്കുള്ളിൽ, ആ ചോദ്യം ചോദിച്ച മുറിക്കുള്ളിൽ വെച്ച് തന്നെ അവരെ വന്ന് ഈ സഖാവ് പിണറായി വിജയനോടും രമേശ് ചെന്നിത്തലയോടും ഒക്കെ വളരെ സ്നേഹപൂർവ്വം സംസാരിക്കുകയും കെട്ടിപ്പിടിച്ച് യാത്രയാക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാലത്ത് നിന്ന് ഈ CPMകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, സ്വരാജിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, സത്യാനന്തര കാലത്തേക്ക് എത്തിയപ്പോൾ CPM ആണ് മാറിയത്, മാധ്യമപ്രവർത്തകരല്ല. അവരിപ്പോഴും ചോദ്യം ചോദിക്കാനും അതിന് ഉത്തരം കിട്ടിയാൽ അത് വാർത്തയാക്കാനും അവർ ശ്രമിക്കും. അതിനകത്ത് മാധ്യമപ്രവർത്തകരിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകരെ അടച്ചാക്ഷേപിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാധ്യമപ്രവർത്തനം അധപ്പതിച്ചിട്ടുണ്ടെന്നും ഒരു സംശയമില്ല. കാരണം സംസ്ഥാന സമ്മേളനം, മാധ്യമപ്രവർത്തകരുടെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂർ നടക്കുമ്പോൾ ഒരു പരിപാടിയിൽ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന V. മുരളീധരൻ പങ്കെടുക്കുന്നു. ഈ പരിപാടിയിൽ ആ പരിപാടിയിൽ പങ്കെടുത്ത മുരളീധരൻ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള, അതായത് തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറയുന്നു. അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള അവകാശമില്ലേ? അദ്ദേഹം ഇറങ്ങി ആ സ്റ്റെപ്പ് ഇറങ്ങി, അതായത് സ്റ്റേജിന്റെ സ്റ്റെപ്പ് ഇറങ്ങി തിരിച്ചു വരുമ്പോൾ ആ അതിഥിയായി വിളിച്ചു വരുത്തിയാണെന്ന് ഓർക്കണം. ഇവിടുത്തെ വനിതാ മാധ്യമ പ്രവർത്തകർ കയറി തടയുന്നു. അവരുടെ സൗകര്യത്തിനനുസരിച്ച് വർത്താനം പറഞ്ഞാൽ മതി എന്നാണോ കേന്ദ്രമന്ത്രിക്ക്? അതാണോ പണി? ഖരാവോ ചെയ്യുന്നു. വിളിച്ചു വരുത്തി. അദ്ദേഹത്തിന്റെ അടുത്ത് നടക്കില്ല. മൈൻഡ് പോലും ചെയ്തില്ല അദ്ദേഹത്തിന്റെ. പക്ഷെ അവിടെ അന്ന് ഞാൻ ഉണ്ടായിരുന്നു, എനിക്കറിയാം. അന്ന് മന്ത്രിയായിരുന്ന, സംസ്ഥാന മന്ത്രിയായിരുന്ന VS സുനിൽകുമാർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടപെടുകയും മുരളിയേട്ടൻ അങ്ങനെയല്ല, അത് നിങ്ങളത് ഇത് ചെയ്യരുത്. അല്ല, ഞാൻ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ഒരു ഇഷ്യൂ, ആ ഇഷ്യൂവിൽ അദ്ദേഹത്തിന് ബോധ്യമുള്ള ഒരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ട്. അതെങ്ങനെയാണ് കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർ അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ അതിൽ ഒരു വിഭാഗം, കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഇരട്ടത്താപ്പുണ്ട്, അതിലൊന്നും സംശയമില്ല. പക്ഷെ ആ ഇരട്ടത്താപ്പിന് BJPയിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ അല്ല മുഖമടച്ച് അടി കിട്ടിയിരിക്കുന്നത്, അത് CPM നിന്നാണ്. ആരെയാണോ അവർ പൊക്കിക്കൊണ്ട് നടന്നത് അവർ തന്നെ കൊടുത്തു. കൊണ്ട് നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന് പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് ഈ ആരാണോ ഇതൊക്കെ തലയിലെടുത്ത് വെച്ച് നടന്നത് അവർക്ക് കൃത്യമായിട്ട് ഈ തലയിലിരുന്നവൻ തന്നെ ചെവി കടിക്കാൻ തുടങ്ങി.
അത് കിട്ടുന്നത് വാങ്ങിച്ചോ എന്ന് കൂടി പറയാൻ ഇത് കേരളത്തിലുടനീളം ഇനി ഉണ്ടാവും. കാരണം ഇനിയിപ്പോ ഇതൊരു തുടക്കമാണ്. ഇത് മുഖ്യമന്ത്രി ആണെന്ന് പറഞ്ഞതെങ്കിൽ നാളെ പാർട്ടി സെക്രട്ടറി പറയും, ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി പറയും, പിന്നെ താഴോട്ട് ബ്രാഞ്ച് സെക്രട്ടറി വരെ പത്രക്കാരുടെ ചിറിക്കിട്ട് കുത്തുന്ന, ഞാൻ ആ വാക്ക് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, ചിറിയെന്ന് ഉദ്ദേശിക്കുന്ന കവിളെന്നാണ്, കവിളത്തിട്ട് കുത്തുന്ന ഒരു പ്രവണത അത് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് നിങ്ങൾ തന്നെയാണ് കാരണം, മറ്റാരുമല്ല. തിരിച്ചടി ഇങ്ങനെയും ഉണ്ടാവും. വില കൊടുത്ത് വാങ്ങിച്ചത്. എല്ലാവരും എല്ലാ കാലവും പറ്റിക്കാനും എല്ലാവരും അടിച്ചമർത്താനും പറ്റില്ല. ഒരു കാലത്ത് അത് പുറത്തു വരിക തന്നെ ചെയ്യും. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.